ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിശദമായ വാദം കേട്ടു. റിമാൻഡ് കാലാവധി 80 ദിവസം കഴിഞ്ഞതിനാൽ ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗത്തിന്റെ ആവശ്യം. അതേസമയം മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ആദ്യം അറസ്റ്റിലായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. തുടർന്ന് വിജിലൻസ് കോടതിയിലും ഹൈക്കോടതിയിലും ജാമ്യാപേക്ഷകൾ സമർപ്പിച്ചിരുന്നെങ്കിലും അതെല്ലാം തള്ളിപ്പോയി. പിന്നാലെയാണ് അടുത്ത നീക്കം. വീണ്ടും ജാമ്യാപേക്ഷയുമായി വിജിലൻസ് കോടതിയെ സമീപിച്ചു. അറസ്റ്റ് ചെയ്ത് 80 ദിവസത്തോളമായി ജയിലിൽ കഴിയുകയാണെന്നും ജാമ്യം അനുവദിക്കണമെന്നുമാണ് ആവശ്യം. എന്നാൽ അന്വേഷണത്തിന്റെ ഗൗരവമായ ഘട്ടത്തിൽ മുഖ്യപ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നാണ് പ്രോസിക്യൂഷൻ വാദം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രോസിക്യൂഷന് വേണ്ടി അഡ്വക്കേറ്റ് സിജു രാജൻ വാദിച്ചു. ഇരുവാദങ്ങളും കേട്ട കോടതി ജാമ്യാപേക്ഷ വിധി പറയാനായി മാറ്റി. ജനുവരി 14-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച 2 ജാമ്യാപേക്ഷകളിലും കോടതി വിധി പറയുക. റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനാൽ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും 14 ദിവസത്തേക്ക് കൂടി റിമാൻഡ് ചെയ്തു. ജനം, കൊല്ലം.